റെയിൽവേ യാത്രക്കാർക്ക് നേരെയാണ് റെഡ് സിഗ്നൽ കാണിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചും സമയക്രമം പാലിക്കാതെയും യാത്രക്കാരെ ദ്രോഹിക്കുകയാണ് റെയിൽവേ എന്നും ഇസ്മായിൽ ആരോപിച്ചു. യൂത്ത് ലീഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചും സമയക്രമം പാലിക്കാതെയും ജനറൽ കമ്പാർട്ട്മെന്റുകൾ വെട്ടിച്ചുരുക്കിയും പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം ചുരുക്കിയും സാധാരണ യാത്രക്കാർക്ക് നേരെ റെയിൽവേ റെഡ് സിഗ്നൽ കാണിക്കുകയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ ആരോപിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റെയിൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി ട്രാക്ക് മാറി ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ട്രെയിനുകളെ ഓടിപ്പിക്കുന്നതിന്റെ ഫലമായി ഇന്ത്യൻ റെയിൽവേക്ക് മാനുഷിക മുഖം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് യൂത്ത് ലീഗിന് ഇത്തരത്തിലൊരു ധർണ. അതോടൊപ്പം തന്നെ ഇന്ന് ലോകം മുഴുവനും ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ തൊഴിൽ മേഖലയായ റെയിൽവേയിൽ നമ്മുടെ ജീവന്റെ കാവൽക്കാരായിട്ടുള്ള ലോക്കോ പൈലറ്റ്മാർ അവർ 16 മണിക്കൂറിലേറെ നിരന്തരം ജോലി ചെയ്യേണ്ടി വരികയാണ്. ഈ റെയിൽവേയിലാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത്. ഇവര് എത്രത്തോളം മാനസികപരമായി പ്രയാസം അനുഭവിക്കുന്നു. കോച്ചുകളുടെ എണ്ണം കുറച്ചതിനാൽ തിരക്ക് കാരണം റിസർവ് ചെയ്ത സീറ്റുകളിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മണിക്കൂറുകളോളം ട്രെയിൻ വൈകി ഓടുന്നതിനാൽ തൊഴിലിനും പഠനത്തിനും ഇന്റർവ്യൂവിനും ചികിത്സക്കും പോകുന്നവരുടെ യാത്ര ദുരിതപൂർണമാണ്. കോവിഡിന്റെ മറവിൽ അടിച്ചേൽപ്പിച്ച ടിക്കറ്റ് നിരക്ക് വർധന തുടരുകയും ചെയ്യുന്നു. മുതിർന്ന പൗരന്മാർക്കുള്ള ഇളവുകൾ നിർത്തലാക്കിയതിലൂടെ റെയിൽവേയുടെ ക്ഷേമമുഖം നഷ്ടപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണയിൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പി സി നസീർ, മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളായ കെ പി താഹിർ, എം പി മുഹമ്മദ് അലി, ഷക്കീർ മൗവഞ്ചേരി, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ അൽത്താഫ് മാങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ഖലീലുൽ റഹ്മാൻ, ഷിനോജ് കെ, ലത്തീഫ് എടവച്ചാൽ, ഷംസീർ മയ്യിൽ, ഫൈസൽ ചെറുകുന്നോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.